നമ്മുടെ ബിസിനസ് മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അതിൻ്റെ പെർഫോമൻസ് ഇവാലുവേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതർവൈസ് ആ ബിസിനസ് എന്താവും, ഡൗൺ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് നമുക്ക് പെർഫോമൻസ് ഇവാലുവേഷൻ നടത്താമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് KPI സെറ്റ് ചെയ്യണം എന്നാണ് പറയുക. കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്, ഓരോ സ്ഥലങ്ങളിലും സെറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ ഒരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ നമ്മൾ അടിപൊളിയായിട്ട് ഡിജിറ്റലി നമ്മൾ എന്ത് ചെയ്യാണ്, നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യുമ്പോൾ അതിങ്ങനെ ഒരു പോസ്റ്റ് ഇടുക, ഒരു വീഡിയോ ഇടുക എന്നുള്ളതിനുപരി അതിനൊരു പെർഫോമൻസ് ഇവാലുവേഷൻ, ഒരു KPI നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, സെറ്റ് ചെയ്യേണ്ടതുണ്ട്. അതേപോലെ ഒരു HR നമ്മൾ സെറ്റ് ചെയ്തു, ആ HR നമ്മൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് തീർച്ചയായിട്ടും ഈ പറയുന്ന ഒരു KPI നമ്മളവിടെ ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. ഒരു എംപ്ലോയിനെ നമ്മൾ എടുക്കുന്ന സമയത്ത് പുതുതായിട്ടൊരു എംപ്ലോയി വരികയാണ്, അപ്പോൾ ആ എംപ്ലോയിയുടെ ഒരു ഇവാലുവേഷന് നമ്മളൊരു KPI സെറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇതൊക്കെ നല്ല രീതിയിൽ നമ്മുടെ ബിസിനസ് നമ്മൾ ഒരു കൺസൾട്ടിങ്ങുമായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ, ഒരു സ്ട്രാറ്റജിക് കൺസൾട്ടൻറ്റുമായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് ഇവാലുവേഷൻ സെറ്റ് ചെയ്ത് തരുന്ന രീതിയിലേക്ക് മാറുന്നുള്ളതാണ്.